ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പോലീസ് കാണിച്ച അതിക്രമത്തിനെതിരെ ഈ പറയുന്ന മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ ഒരു പ്രതികരണം നടത്തി. അതായത് പ്രതികരിക്കുന്നവരോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം ഈ പെൺകുട്ടി ചോദിച്ചു. അപ്പം ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധം എന്ന് തന്നെ പറയാം. ഭയങ്കരമായിട്ട്, അതായത് ഈ വിസ്മയക്കെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാരിനോടും BJPയോടും അനുകൂലമായിട്ട് നിൽക്കുന്ന പേജുകളിൽ നിന്നാണ് ഈ പറയുന്ന കമൻറ്റുകളും ഈ പറയുന്ന അധിക്ഷേപങ്ങളും ഒക്കെ വരുന്നത്. പോക്കൃത്തരം കാണിക്കരുത് എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പലരും. അതായത് മോഹൻലാലിനോട് ഒരു ഉപദേശവും കൊടുത്തിട്ടുണ്ട്, മകളെ തീവ്രവാദികളോട് അനുകൂലമായിട്ട് നിൽക്കാൻ, രാജ്യദ്രോഹികളോട് അനുകൂലമായിട്ട് നിൽക്കാൻ സമ്മതിക്കരുത്, പിന്തിരിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഉപദേശം വരെ മോഹൻലാലിന് കൊടുത്തു കഴിഞ്ഞു. അതെ, ഇപ്പൊ മോഹൻലാലിന്റെ മകളുടെ വിസ്മയുടെ ഒരു പുതിയ പടം, എനിക്ക് തോന്നുന്നു തുടക്കം എന്ന് പറയുന്നൊരു പടം റിലീസ് ചെയ്യാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ശരിക്കും മോഹൻലാൽ എടുത്ത ചില തീരുമാനങ്ങളുടെ, മോഹൻലാൽ എടുത്തുപോയ ചില നിലപാടുകളുടെയൊക്കെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ആ നിലപാടുകളുടെ പിൻപറ്റിയാണ് ശരിക്കും ഈ രീതിയിൽ വിസ്മയക്കെതിരായി ഈ സൈബർ അധിക്ഷേപം നടക്കുന്നത്. കാരണം മോഹൻലാൽ എല്ലാ കാലത്തും മോഹൻലാൽ ഒരു ആ നിലയ്ക്ക് ഒരു BJP ചായ്വ് മോഹൻലാൽ എല്ലാ കാലത്തും പുലർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സംസാര രീതിയിലാണെങ്കിൽ പോലും ഒക്കെ അദ്ദേഹം നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാവുന്ന പോലെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, ഗുജറാത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്ത് അതിനെ ചുറ്റിപ്പറ്റി വിവാദം വന്ന സമയത്തും മോഹൻലാൽ മാപ്പ് പറയുന്ന നിലയിലേക്ക് പോയി. പക്ഷെ അന്ന് തൻ്റെ ഇടത്തോടു കൂടി നിന്നതും പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ എഴുത്തുകാരൻ, അന്ന് എഴുത്തുകാരനായ എന്താ നമ്മുടെ മുരളി ഗോപി അതിനെക്കുറിച്ച് പറഞ്ഞൊരു സാധനമുണ്ട്. എൻ്റെ ചിത്രത്തിൽ അല്ലെ എൻ്റെ വീട്ടിൽ ചുമരിൽ ഒരു ഒറ്റ ചിത്രമേ ഉള്ളൂ, അതെൻ്റെ അച്ഛൻ ഭരത് ഗോപിയുടേതാണ്, മാപ്പ് ഞാൻ പറയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു, എന്താ ഒരിടത്തോ അങ്ങനെ എന്തോ പറയുന്നൊരു സിനിമ. അപ്പോൾ ആ സിനിമയുടെ ഒരു ഡയലോഗാണ് എന്ന് പറയുന്ന പോലെ എൻ്റെ അന്ന് അദ്ദേഹത്തിൻ്റെ വട്ട് ജയൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ പറയുന്നൊരു ഡയലോഗാണ്. എൻ്റെ വീടിൻ്റെ ചുമരിൽ ഒത്തിരി പേരുടെ ചിത്രമൊന്നുമില്ല, ഒരാളുടെ ചിത്രമേ ഉള്ളൂ, അതുകൊണ്ട് മാപ്പ് ഞാൻ പറയില്ല എന്നാണ് ഇന്ദ്രജിത്ത് സുകുമാരൻ അവതരിപ്പിച്ച ആ ക്യാരക്ടറിൻ്റെ ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് എടുത്തിട്ടാണ്, അത് മുരളി ഗോപി എഴുതിയ ഡയലോഗ് തന്നെയാണത്. അപ്പോൾ അതെടുത്തിട്ട് മുരളി ഗോപി ശക്തമായ നിലപാട് സ്വീകരിച്ചു. പക്ഷെ അപ്പോഴും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ആ ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വൈരുദ്ധ്യാത്മകമായ ഒരു സംഭവം. ആ ഒരു സിനിമ, അതായത് മോഹൻലാലിന് പിണക്കാൻ പറ്റില്ല, മോഹൻലാലിന് ഈ പറയുന്ന BJP പിണക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നിൽക്കുന്നത്, പിണക്കില്ല. കാരണം മോഹൻലാലിന്റെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. ഒരു പക്ഷേ നമ്മളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞ പോലെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ വരെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടൻ ഇതിനു മുൻപ് BJPയിലേക്ക് പരസ്യമായി BJP അംഗത്വം എടുക്കുകയും തുടർന്ന് BJPയിലെ ലോക്സഭാ മെമ്പർ ആയതിനു ശേഷം സുരേഷ് ഗോപിക്ക് നേരിട്ട ഒരു അപജയമുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഇന്ന് സിനിമകൾ പോലും ഇല്ലാതായതിന് ഇതൊരു കാരണമാണ്, അല്ലാതെ പിന്നെ മറ്റൊന്നും അല്ല. സുരേഷ് ഗോപിയുടെ അഭിനയം മോശമായിട്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം സുരേഷ് ഗോപി ഭരത് അവാർഡ് മേടിച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടൻ എന്നതിൻ്റെ പുരസ്കാരം നേടിയ ഒരു ചലച്ചിത്ര താരം കൂടിയാണ്. അപ്പം അതുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നില്ല, അദ്ദേഹം അതേ അഭിനയം ജീവിതത്തിൽ കാണിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിലെ രസം. അപ്പം ഈ സുരേഷ് ഗോപിക്ക് കിട്ടിയ ഒരു പിന്നെ ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ ഒരു പ്രതിഷേധം അതിങ്ങനെയാണ്. സുരേഷ് ഗോപി ചിത്രങ്ങൾ ഇറങ്ങിയാൽ വിജയിക്കുന്നില്ല. ഇപ്പം ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടൻ അതേ സൈഡായി പോയില്ലേ. ഉണ്ണി മുകുന്ദന്റെ അത്ര വലിയ സിനിമകൾ എന്തുകൊണ്ടാണ് ഹിറ്റാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബ്രാൻഡഡ് ആയി പോയി ഉണ്ണി മുകുന്ദനൊക്കെ. അദ്ദേഹം ഈ പറയുന്ന പോലെ BJPക്ക് വേണ്ടിയിട്ട് മാത്രം സിനിമ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് പോയി. ഏറ്റവും അവസാനം എനിക്കത് മാർക്കോ എങ്ങാണ്ടാണ് ഹിറ്റ്. അതിനുശേഷം ഉണ്ണി മുകുന്ദന് പോലും ഒരു യുവ താരമായിരുന്നിട്ട് കൂടി ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന, ഇപ്പോൾ ടോവിനോയ്ക്ക് കിട്ടുന്ന പോലെയോ ബേസിലിന് കിട്ടുന്ന പോലെയോ ഒന്നും ഒരു അവസരങ്ങൾ ഉണ്ണി മുകുന്ദനെ തേടി വരുന്നില്ല എന്നുള്ളതും അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിക്ക് അവസരങ്ങൾ, കേന്ദ്രമന്ത്രിയായി അവസരം നഷ്ടപ്പെടുന്നു. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ എടുത്തിരിക്കുന്ന കൃത്യമായ ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അതായത് മോഹൻലാൽ പരസ്യമായി ഈ പറയുന്ന BJPയിൽ അംഗത്വം എടുത്തിട്ടില്ല, പക്ഷേ മനസ്സുകൊണ്ട് എല്ലായ്പ്പോഴും BJPയായിട്ട് തന്നെയാണ്. ഇതിനു മുമ്പ് മോഹൻലാലിനെ കുറിച്ച് ഉയർന്നു വന്ന മറ്റൊരു ആരോപണമുണ്ട്. അതിന് നമുക്ക് ആരോപണമെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ.
അവിടെ അദ്ദേഹത്തിന് ലഫ്റ്റനന്റ് കേണൽ പദവി, അദ്ദേഹം കുറേ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് പട്ടാള വേഷം ചെയ്തതുകൊണ്ട് അന്ന് ഉപരോധ വകുപ്പ് പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന നമ്മുടെ AK ആന്റണി ഇരുന്ന സമയത്ത് അത് ചുറ്റിപ്പറ്റിയാണ് അദ്ദേഹത്തിന് ലഫ്റ്റനന്റ് കേണൽ പദവി കിട്ടിയതെന്ന നിലയ്ക്കുള്ള ഒരു ആരോപണം അന്ന് കാലത്ത് പൊളിറ്റിക്കലി ഒരു ജനറേറ്റ് ചെയ്തു വന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ എന്നും അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ മോഹൻലാൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, ഈ പറയുന്ന ഇത്രയും വിഷയം നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന BJP കാരണമുണ്ടായ നിരവധി പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, നിരവധിയായ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സപ്രസിങ് ഉണ്ടായിട്ടുണ്ട്. എവിടെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഇതിനെതിരായി ഒരു വാക്കുകൊണ്ടെങ്കിലും അല്ലെ പോട്ടെ ഒരു ഒറ്റ അക്ഷരം കൊണ്ടെങ്കിലും മോഹൻലാലെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം സിനിമാ മേഖലയിൽ ഉള്ള ആളുകൾക്കിടയിൽ പോലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ. അല്ല, ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയോ ചർച്ചകൾ ചെയ്യപ്പെടുകയോ സംസാരിക്കുകയോ ഒന്നും മോഹൻലാലിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് മോഹൻലാലിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പം കേന്ദ്രത്തിൽ ഇങ്ങനൊരു വിഷയം നടക്കുന്നു. ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഒട്ടുമിക്ക നടന്മാരും ചെറുപ്പക്കാരായിട്ടുള്ള ടൊവിനോ തോമസ് അടക്കമുള്ള, പാർവതി തിരുവോത്ത് അടക്കമുള്ള നിരവധി നടന്മാർ, ഇപ്പൊ രഞ്ജിനി ഹരിദാസ് അടക്കമുള്ള ഇവിടുത്തെ ആളുകൾ പോലും രഞ്ജിനി ഹരിദാസ് ഒരു ചലച്ചിത്ര താരമല്ല, വെറും ഒരു ടെലിവിഷൻ ആങ്കർ മാത്രമായിരുന്നു. എന്നിട്ട് കൂടിയും അവർ പോലും അതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് സാമൂഹ്യ മാധ്യമം. എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്ത് 10-12ഓളം വരുന്ന ചെറുപ്പക്കാര്, വിദ്യാർത്ഥി സമൂഹം ഈ ക്രമക്കേടിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന വക്കിലേക്ക് എത്തി. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പിടിപ്പുകേടാണ് എന്നുള്ള കാര്യം രാജ്യമെങ്ങും അംഗീകരിച്ചു കഴിഞ്ഞു. അതിനെതിരെ പ്രതിഷേധിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ വിസ്മയ മോഹൻലാൽ ചെയ്തത്. കാര്യം വിസ്മയ ചെയ്തത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സമീപനമാണ്. കാരണം രാജ്യത്ത് ഇത്രയും വലിയൊരു പ്രതിസന്ധി നടക്കുമ്പോൾ രാജ്യ തലസ്ഥാനം തന്നെ അവിടുത്തെ പോലീസുകാരുടെ ബൂട്ടിനടിയിൽപ്പെട്ടിട്ട് നിരവധി ചെറുപ്പക്കാരാണ്. CJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടിയൊന്നും അല്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു കൂട്ടം ആളുകളുടെ, ഒരു കൂട്ടം ചെറുപ്പക്കാർ, പയ്യന്മാരുടെ ഒരു ഗ്രൂപ്പാണത്. അവരാണ് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നത്. എന്താണ് അവരെ വിളിച്ചിരുന്നത്? പാറ്റകളെ പോലെയാണെന്നാണ് ചെറുപ്പക്കാരെ വിശേഷിപ്പിച്ചത് ഈ പറയുന്ന. അപ്പോൾ അവർ സഹിച്ചുകൊണ്ടിരിക്കുവോ? അതുകൊണ്ട് അതിൽ പ്രതിഷേധം ഉന്നയിച്ചിട്ടാണ് അവർ CJP എന്ന് പറയുന്ന ഒരു പേരിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, ഒരു സംഘടന അവർ രൂപീകരിക്കുന്നു. അതാണ് സമരത്തിലേക്ക് പോകുന്നത്. സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരു നേതാവ് എത്രയോ കാലം അവിടെ സമരത്തിലിരുന്നു, എത്രയോ ദിവസമാണ് അവിടെ നിരാഹാരം വരുന്നത്. അദ്ദേഹത്തെ പിന്നീട് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക്, അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥ മോശമാവുകയും മരണത്തിലേക്ക് തന്നെ പോകും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെയെല്ലാം നമ്മുടെ ഒരു തലസ്ഥാന നഗരം കത്തിയിരിയുമ്പോൾ സത്യത്തിൽ പ്രതികരിക്കേണ്ടിയിരുന്നത് വിസ്മയ മോഹൻലാൽ ആയിരുന്നില്ല, ശരിക്കും മോഹൻലാൽ തന്നെ പ്രതികരിക്കണമായിരുന്നു. കാര്യം ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഇന്ന് നമ്മൾ കാണുന്ന ഒരു നടന വൈഭവമുണ്ട്, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ നടനാക്കി മാറ്റിയതാരാണ്? ജനമാണ്, അല്ലേ? അല്ലാതെ ഒരാളെ ഇപ്പം വേറെ എത്രയോ പേരുണ്ട്. അന്ന് മോഹൻലാലിനെ ആ സമയത്ത് മോഹൻലാൽ വരുന്ന സമയത്ത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ച വേറൊരു നടനുണ്ട്, ശങ്കർ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അല്ലെങ്കിൽ ശങ്കർ എന്തുകൊണ്ട് ഇന്ന് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഹൻലാലിന്റെ തലത്തിലേക്ക് വരുന്നില്ല? അന്ന് വില്ലനായിരുന്നു മോഹൻലാൽ എന്ന് പറയുന്ന നടൻ. എന്തുകൊണ്ട് വന്നില്ല? ജനം ഏറ്റെടുത്തില്ല. ജനം, അതായത് നമ്മുടെ കേരളക്കാരെ ഒന്നടങ്കം ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ ഇതിഹാസ നടനുണ്ടാകുന്നത്. ഇതിഹാസ നടൻ തന്നെയാണ്, ലെജൻഡാണ്. അക്കാര്യത്തിൽ നിന്ന് മോഹൻലാലിനെ നമ്മൾ യാതൊരു തർക്കവുമില്ല, ലെജൻഡാണ് മോഹൻലാൽ. കാര്യം മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ മോഹൻലാൽ തന്നെയാണ്. അക്കാര്യത്തിൽ ആർക്കും ഇനി പകരം വെക്കാനില്ലാത്ത ഒരു നടൻ തന്നെയാണ്. അത് നമ്മൾ പറയണമല്ലോ, കാരണം അദ്ദേഹത്തിന്റെ കഴിവാണ് ഞാൻ പറഞ്ഞത്, കഴിവാണ് പറയുന്നത്. അപ്പോൾ ആ കഴിവിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയും ആ കഴിവിനെ നമ്മളെപ്പോലുള്ള മലയാളികളും ഇന്ത്യയിലടക്കമുള്ളവർ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ അടികൊള്ളുന്ന ചെറുപ്പക്കാർക്കിടയിലും ഉണ്ടെന്നേ മോഹൻലാൽ ഫാൻസ്. മോഹൻലാലിനോട് താല്പര്യമുള്ള ആളുകൾ ഈ അടികൊള്ളുന്നവർക്കിടയിലും ഉണ്ട്. മോഹൻലാലിന്റെ ഈ ഫെയിം എന്ന് പറഞ്ഞ ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ലോ. 3 തവണയോളം ദേശീയ പുരസ്കാരം നേടിയ ഒരു ബൃഹത് നടനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഉണ്ടല്ലോ, അവിടെ ആ അടികൊള്ളുന്ന കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരിൽ പലർക്കും മോഹൻലാലിനെ അറിയാവുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് മോഹൻലാൽ പ്രതികരിച്ച മകൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നു? എന്ത് വിരോധാഭാസമാണ്? നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ അടികൊള്ളുന്നവരെ അവർക്ക് വേണ്ടി ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ വിസ്മയ മോഹൻലാലിന് ഇരിക്കപ്പുറതി ഇല്ലാത്ത അവസ്ഥ. ഇത് സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ വിസ്മയ മോഹൻലാൽ അവരുടെ ഇൻസ്റ്റയിൽ എഴുതിയ ഒരു സാധനം ഞാൻ വായിക്കാം.
കണ്ണീർ വാതകം, ലാത്തിച്ചാർജ്, വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു, റോഡുകൾ ബ്ലോക്ക് ചെയ്തു, മെട്രോ സ്റ്റേഷൻ അടച്ചിട്ടു, നഗരത്തിൽ ഉടനീളം ബാരിക്കേഡുകൾ, ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. പ്രതിഷേധക്കാരോട് യോജിക്കേണ്ടതില്ല, അവരുടെ ആവശ്യങ്ങളെ പിന്തുണയ്ക്കേണ്ട, പങ്കെടുക്കുന്ന സംഘടനകളോട് ആഭിമുഖ്യം പോലും വേണ്ട, ചർച്ചകൾക്ക് പകരം ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ അടിച്ചമർത്തുകയാണെങ്കിൽ നമ്മളിൽ ഓരോരുത്തരും ഇതെന്തു തരം ജനാധിപത്യത്തിലേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കണം. കാരണം നാളെ നിങ്ങളായിരിക്കും അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്നത്. നിങ്ങളല്ലെങ്കിൽ നഗരത്തിൽ, തൊട്ടടുത്ത്, കുടുംബത്തിൽ ഉള്ളൊരാൾ. നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം ലളിതമാണ്. സ്വന്തം പൗരന്മാരോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് ഈ ചോദ്യം? ശരിക്കും ശക്തമായ ഒരു ചോദ്യമാണത്. സ്വന്തം പൗരന്മാരോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? കൃത്യമായ ചോദ്യം. ഇങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ പൗരന്മാരോട് പെരുമാറേണ്ടത്? ലാത്തിച്ചാർജും കണ്ണീർ വാതകം ഉപയോഗിച്ചുകൊണ്ടും ഇന്റർനെറ്റ് വിച്ഛേദിച്ചുകൊണ്ടും അവരെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടും ഗ്രനേഡ് ഉപയോഗിച്ചുകൊണ്ടും ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അവരുയർത്തിയ ആവശ്യത്തെ എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? ലളിതമായ ചോദ്യമാണ് ചോദിക്കുന്നത്. അവിടെയാണ് ശരിക്കും ഞാൻ വിസ്മയ മോഹൻലാലിന്റെ പൗരബോധത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. പൗരബോധം എത്രത്തോളം വലുതാണ്, ഈ എത്രത്തോളം എനിക്ക് തോന്നുന്നു മോഹൻലാൽ ആഴത്തിൽ വായിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു ഈ കുട്ടിയും പിന്നെ വിസ്മയയും. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു അറിവിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ യുവത മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും നമ്മൾ പക്ഷേ മോഹൻലാൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിരോധാഭാസം. അപ്പോൾ ഇത്രയും ശക്തമായി പ്രതിഷേധിക്കുന്ന വിസ്മയ മോഹൻലാലിനെ രാജ്യദ്രോഹികൾക്കൊപ്പം ചേരുകയാണോ? CJP എങ്ങനെയാണ് രാജ്യദ്രോഹിയാവുന്നത്? അപ്പൊ രാജ്യദ്രോഹികൾക്കൊപ്പം ചേരുന്നു. രാജ്യദ്രോഹികൾക്കൊപ്പം അത് മോഹൻലാൽ ശ്രദ്ധിക്കണം. മോഹൻലാലിന്റെ മോള് രാജ്യദ്രോഹിയാകാൻ പോകുന്നു. അല്ല, മോഹൻലാൽ തന്നെ മറുപടി പറയട്ടെ. മോഹൻലാലിനോട് ഉപദേശം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിനോട് ഉപദേശം കൊടുക്കാൻ പോക്രിത്തരം കാണിച്ചു ഒരു പെൺകുട്ടി. ഒന്നാലോചിച്ച് എത്ര നീചമായിട്ടാണ്, നികൃഷ്ടമായിട്ടാണ് ഈ സൈബർ കൂട്ടങ്ങൾ ഈ വിസ്മയുടെ ഈ ഒരു പ്രതികരണത്തെ കാണുന്നത്. എത്ര അസഹിഷ്ണുതയോട് കൂടിയാണ് അവർ ആ പ്രതികരണത്തെ കാണുന്നത്. ഇതൊക്കെ മോശമല്ലേ? ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ താരപുത്രി എന്നുള്ളത് വിട്ടേക്കു. രാജ്യത്തിന്റെ ഒരു പൗരയാണ്. അവർക്ക് വോട്ടവകാശമുണ്ട് നമ്മുടെ രാജ്യത്ത്. ആ വോട്ടവകാശമുള്ള ഒരു രാജ്യത്തിലെ ഒരു സിറ്റിസണായി നിൽക്കുന്ന ഒരു ലേഡിയോട്, വോട്ടവകാശമുള്ള ഒരു ലേഡിയോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് സംസാരിക്കേണ്ട രീതി ഇതാണോ ശരിക്കും? വിസ്മയ മോഹൻലാലിനോട് പെരുമാറുന്ന രീതിയിലാണോ പെരുമാറേണ്ടത്? ഈ പൊതുവിൽ ഇവരുടെ ഒരു രീതിയുണ്ട്. ഈ സംഘികൾ എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർ, അവർക്ക് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് പറയുന്നവരെല്ലാം രാജ്യദ്രോഹികളായി പ്രഖ്യാപിക്കുന്ന ഒരു പൊതു രീതി ഉണ്ട്. അതുകൊണ്ടാണ് CJP രാജ്യദ്രോഹികളാണ്. ഇവിടെ മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണ്. ഇവിടെ ഏറ്റവും അധികം വിചാരധാരയ്ക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആഭ്യന്തര ശത്രുക്കളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്, അല്ലെ? ആഭ്യന്തര ശത്രുക്കളാണ്. ഇതെല്ലാം എഴുതി വെച്ച് പഠിച്ച് മനഃപ്പാഠമാക്കി വെച്ചിട്ട് ഇതും തലയ്ക്കകത്ത് ചുമന്നു നടക്കുന്ന, ചാണകം വഹിച്ചുകൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാർ പറയുന്നതാണ് ഇതെല്ലാം ഈ പറയുന്ന നമ്മൾ BJP-ക്കാർ മാത്രമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാജ്യസ്നേഹികൾ, ബാക്കി എല്ലാവരും രാജ്യദ്രോഹികളാണ്. മമ്മൂട്ടി വരെ രാജ്യദ്രോഹിയാ. മമ്മൂട്ടിക്ക് ഇത്തവണയെങ്കിലും ദേശീയ പുരസ്കാരം കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ, ഭ്രമയുഗത്തിന് ഏത് അവസ്ഥയിലാവുമായിരിക്കും. മമ്മൂട്ടിയെ വരെ അവർ രാജ്യദ്രോഹി എന്ന് പറയുന്ന പട്ടികയിലേക്ക് അടിച്ചു വെക്കും. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൊതു അവസ്ഥ. അതുകൊണ്ട് മോഹൻലാലിന്റെ നിലപാട് അഴവഴമ്പ നിലപാടല്ല വിസ്മയുടേത്. വിസ്മയ പറഞ്ഞിരിക്കുന്നത് അതിശക്തമായ നിലപാട് തന്നെയാണ്. ഒരു രാജ്യത്ത് വോട്ടവകാശമുള്ള ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചോദിക്കേണ്ട അതിശക്തമായ ചോദ്യം തന്നെയാണ് വിസ്മയ ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് വിസ്മയെ പൊങ്കാലയിടാനൊന്നും ആരും ശ്രമിക്കേണ്ട. കാര്യം അതിശക്തമായ ചോദ്യം. ആ ചോദ്യത്തിന്റെ പിന്നിൽ ഇവിടുത്തെ ഈ നാട്ടിലെ സംഘികളുടെ മുട്ട് വിറച്ചു പോയി എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.